ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നു. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളിരൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുകളുള്ളത്. പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും കർണാടക ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലേഴ്സ് ഉടമ ഗോവർദ്ധന്റെ കൈവശമുണ്ടെന്ന് തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ടിലാണ് ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണ കവർച്ചയാണെന്ന് വ്യക്തമാക്കുന്നത്. ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളയിൽ ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലെയും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികളിലെയും കട്ടിളയുടെ മുകൾപ്പടിയിലെ ചെമ്പുപാളിയിൽ പതിച്ചിട്ടുള്ള ശിവരൂപം, വ്യാളീരൂപമടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികൾ എന്നിവയുൾപ്പെടെ 7 പാളികളിൽ പൊതിഞ്ഞ സ്വർണവും, ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, ശ്രീകോവിലിലെ തൂണുകളിൽ പതിച്ചിരുന്ന സ്വർണം എന്നിവയാണ് വേർതിരിച്ച് കവർന്നത്. 9ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം കർണാടക ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലേഴ്സ് ഉടമയും 10ാം പ്രതിയുമായ ഗോവർദ്ധന്റെ കൈവശമുണ്ടെന്ന് തെളിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ജ്വല്ലറിയിൽ നടന്ന പരിശോധനയിൽ 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അധിക സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിനായി എടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇനിയും ലഭിക്കാനുണ്ടെന്നും അറസ്റ്റിലുള്ള മറ്റു പ്രതികൾ ഇതിന് സഹായകരമാംവിധം പ്രവർത്തിച്ചതായും ഹൈക്കോടതിയിൽ നൽകിയ SITയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.